എങ്ങനെയുണ്ട് ഞാൻ അടിപൊളി. നല്ല വെയിറ്റ്. ഏവർക്കും ഫുഡ് ഫോർ പീപ്പിളിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ അടിപൊളിയായി തയ്യാറാക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം. കഴുകിയെടുക്കാം. നന്നായിട്ട് ഉരുളക്കിഴങ്ങ് നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ അടുത്ത് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് പൊളിച്ചൊക്കെ എടുക്കാം അല്ലേ? സൊലാഹേ നമ്മുടെ അനിയനാണ്. ഇനി മുതൽ ഇവനുണ്ടാവും വീട്ടിൽ അല്ലേ അല്ലേ? അപ്പോൾ നമുക്കല്ലേ നമ്മൾ തൊലിച്ചെടുക്കാം. കുറേ ഉണ്ടല്ലോ തൊലിക്കാൻ. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഫുള്ളായി നന്നായി ഒന്ന് തൊലിയൊക്കെ എടുത്ത് നല്ല വൃത്തിയാക്കി കഴുകിയിട്ട് വെച്ചിരിക്കുകയാണ്. നമുക്കിനി ഫ്രഞ്ച് ഫ്രൈസിൻ്റെ രൂപത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. സൂക്ഷിച്ച് കട്ട് ചെയ്യണം. ഇത് ഒരുപാട് കട്ടി കമ്മിയാവാനും പാടില്ല, ഒരുപാട് കട്ടിയാവാനും പാടില്ല. ഒരു ലെവലിൽ നമ്മൾ ഒരു ഏകദേശം ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഷേപ്പിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അവിടെ നമുക്ക് ഈ മുഴുവൻ ഉരുളക്കിഴങ്ങും ഇതേ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഷേപ്പിലാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്ലോത്തിൽ ഇട്ട് ഒന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ കളയാം. അപ്പോൾ നമുക്കൊരു കോട്ടൻ്റെ ക്ലോത്ത് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ഇട്ടാം. എല്ലാവരുടെയും ആക്കി ഫസ്റ്റ് നമ്മളൊരു ട്രിപ്പ് എടുക്കണം, പിന്നെ അടുത്ത ട്രിപ്പ്. ഇത് 2 ട്രിപ്പായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലുള്ള വെള്ളം നമ്മൾ കളയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലോത്ത് നമുക്കൊന്ന് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് അപ്പോൾ നമുക്ക് ഇത് എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടും നല്ല സോഫ്റ്റായിട്ടും കിട്ടും, ഹാർഡും ഉണ്ടാവും. അല്ലെങ്കിൽ എല്ലാത്ത സമയത്ത് ഇതിന് ഒടിഞ്ഞെടുക്കുന്നു. അപ്പോൾ നമ്മൾ 2 തവണയായിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ. നമുക്ക് ഇത് കൊടുക്കാം. നമുക്കൊന്ന് ഡ്രൈ ആവണ വരെ ഇതൊന്ന് സ്പ്രെഡാക്കി വെക്കാം. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസിനെ മുറിച്ച് ഈ ഉരുളക്കിഴങ്ങ് വെള്ളമൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഒരല്പം ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ഇതിൽ എല്ലാവിടെയും ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരല്പം മതി, ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി, ഒരുപാടാവണ്ട. അപ്പോൾ നമുക്കിതൊന്ന് മുഴുവനായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം 1 ലിറ്റർ ഓയിൽ നമ്മളിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുത്ത പൊട്ടറ്റോ നമുക്കൊന്ന് ഈ എണ്ണയിലിടാം. അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് ഫ്രഞ്ച് ഫ്രൈസ്. നമുക്ക്
ഒന്ന് നന്നായി വേവണം വരെ ഒരു കുറച്ച് നേരം കൂടെ വെക്കാം. ഇതിൽ നമ്മൾ മാക്സിമം വെള്ളം എടുത്തിട്ടുണ്ട്, എന്നാൽ പോലും കുറച്ച് വെള്ളം ഉള്ളത് കൊണ്ടാണ് ഈ ഡ്രോപ്ലെറ്റ്സ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് വേവിക്കാം. നല്ല മഴ പെയ്യാൻ ചാൻസ് തോന്നിട്ടാ ടാസ്ക്കാണ്. വേഗം നമ്മൾ പണി വേഗം പൂർത്തിയാക്കണം. അപ്പോൾ നമുക്ക് വേഗം ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്, നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കാം. വേഗം നമുക്ക് പൊരിച്ചെടുക്കണല്ലേ സുഹേലെ? മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മളതെല്ലാം വേഗം പൊരിച്ചെടുക്കുകയാണെങ്കിലും നീറ്റായിട്ട് പൊരിച്ചെടുക്കണം. ക്വാളിറ്റി വേണം. നമ്മുടെ സാധനം വറവറാന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ആഹാ, എന്താ അത്, കാറ്റൊക്കെ വരുന്നുണ്ട്, നല്ല ഇടിയുണ്ട്, ഇടിവെട്ടുണ്ട്, നല്ല കാറ്റും വരുന്നുണ്ട്, നല്ല വൈബായിട്ടുണ്ട് കേട്ടാ. ഇനി മഴയത് നല്ല തണുത്ത ഇതിൽ കഴിക്കണം, പക്ഷെ നോമ്പൊക്കെ തുറക്കണം, എന്നിട്ട് വേണം കഴിക്കുക, അതാണ് പ്രശ്നം. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല റെസിപ്പിയാണ്, എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മഴ വരുന്നു. അപ്പോൾ ഞങ്ങളിത് ഫുള്ളായിട്ട് വറുത്തെടുത്തിട്ടില്ല, ബാക്കി നമുക്ക് വീട്ടിൽ പോയി വറുക്കാം. പിന്നെ വറുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്, മഴ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്ന് വ്യത്യസ്തമായ സ്പെഷ്യൽ ഫുഡ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നല്ല കാറ്റടിക്കുന്നുണ്ട്, ഇതിന് സൗണ്ട് കേൾക്കാമല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.